CBSE പുനർമൂല്യനിർണ്ണയ പോർട്ടലിന്റെ പേയ്മെന്റ് സംവിധാനത്തിൽ സൈബർ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ച കേന്ദ്ര സർക്കാർ. അപേക്ഷ നൽകാൻ ശ്രമിച്ച 50 വിദ്യാർത്ഥികളെ ബാധിച്ചതായും സ്ഥിരീകരണം. HDFC പേയ്മെന്റ് ഗേറ്റ്വേയുമായി സംയോജിപ്പിച്ച പോർട്ടലുമായി ബന്ധപ്പെട്ടതാണ് സൈബർ ആക്രമണം ഉണ്ടായത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പറയൂ അർജുൻ, ഗുഡ് മോർണിംഗ്. മെയ് 19 ഈ ഒരു പോർട്ടൽ ആരംഭിച്ചപ്പോൾ തന്നെ, അത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ സൈബർ ആക്രമണം നേരിട്ടു എന്നുള്ള കാര്യമാണ് CBSE ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങളും വ്യക്തമാക്കുന്ന കാര്യം. അതിനെ തുടർന്ന് 2 വട്ടമാണ് അതിൽ ആപ്ലിക്കേഷൻ നൽകാനുള്ള, അപേക്ഷകൾ നൽകാനുള്ള സമയം മാറ്റിവെച്ചത്. ആദ്യം മെയ് 28 തുറക്കാമെന്നായിരുന്നു, പിന്നീട് മെയ് 29 മാറ്റിവെച്ചു. ഇപ്പോൾ നാളെ ജൂൺ 1 +2 വിദ്യാർത്ഥികൾക്ക് അപേക്ഷ റീവാലുവേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നൽകി തുടങ്ങാമെന്നുള്ള കാര്യമാണ് CBSE വ്യക്തമാക്കുന്നത്. വലിയ തോതിൽ ഈ ഒരു HDFC ബാങ്കിംഗ് ഗേറ്റ്വേയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പോർട്ടലിലാണ് സൈബർ ആക്രമണം നേരിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പണമടിക്കാൻ ശ്രമിച്ച പല വിദ്യാർത്ഥികൾക്കും 1 രൂപ മുതൽ 68,000 രൂപയും 69,000 രൂപയും വരെ ഫീസ് കാണിച്ചത്. എന്തായാലും വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. കൂടുതൽ പണം ഈടാക്കിയവരിൽ നിന്നും റീഫണ്ട് നൽകുമെന്നുള്ള കാര്യമാണ് CBSE വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ സൈബർ ആക്രമണങ്ങൾ നാളെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി HDFCയുടെ പേയ്മെന്റ് ഗേറ്റ്വേ എടുത്തു മാറ്റിക്കൊണ്ട് മറ്റ് 4 പൊതുമേഖലാ ബാങ്കുകൾ, പ്രത്യേകിച്ചും PNBയും അതുപോലെ തന്നെ SBIയും ഉൾപ്പെടെ 4 ബാങ്കുകളുടെ പേയ്മെന്റ് ഗേറ്റ്വേ ആണ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനുമായി, ഈ ഒരു സൈറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് മാത്രമായിരുന്നു സൈബർ ആക്രമണം ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ വ്യക്തിവിവരങ്ങളോ മറ്റു വിവരങ്ങളോ ചോർത്തിയെടുക്കാൻ ഹാക്കർമാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോഴെന്തായാലും CBSE വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പേയ്മെന്റ് ഗേറ്റ്വേയിലെ സൈബർ ആക്രമണം മാത്രമല്ല, CBSEയിലെ തന്നെ OSMഉം അതുപോലെ തന്നെ വലിയ തോതിൽ ഈ മാർക്കിംഗ് കോപ്പികളുടെ ഫോട്ടോസ്റ്റാറ്റ് അടക്കമുള്ള അതിന്റെ കോപ്പികൾ ലഭിച്ചതിലെ പ്രശ്നങ്ങളടക്കം വലിയ തോതിൽ CBSEയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിക്കൂട്ടിലും അതുപോലെ തന്നെ വിവാദങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിലാണ് ഇപ്പോൾ ഒരു സൈബർ ആക്രമണം കൂടി അവരുടെ സൈറ്റിൽ നടന്നു എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇതിന്റെ അന്വേഷണം IIT മദ്രാസിന്റെയും അതുപോലെ തന്നെ IIT കാൺപൂരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൈബർ ആക്രമണത്തെ ചെറുക്കുക, അത്തരത്തിലുള്ള അവസ്ഥകൾ ഇനി ഉണ്ടാകാതിരിക്കുക എന്നുള്ള കാര്യം മുൻനിർത്തി പ്രഥമ പരിഗണനയെ ചെയ്തിരിക്കുന്ന ആദ്യ കാര്യമാണ് ഈ HDFCയുടെ ഗേറ്റ്വേ എടുത്തു മാറ്റി മറ്റ് ബാങ്കുകളുടെ ഗേറ്റ്വേ വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഹാക്കർമാർ ആരാണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കേണ്ടതുണ്ട്, അതിന്റെ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി, അവരുടെ സുരക്ഷയെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികളും ഇനി CBSE വേഗത്തിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യം കൂടി നിലനിർത്തിക്കൊണ്ടുള്ള നടപടികളും അടുത്ത ദിവസങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.